blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ സാമ്പത്തിക സഹായി എന്നുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് തങ്കച്ചി സുനിലാണ് ആദ്യത്തേത്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ അവരുടെ മൂത്ത മകൻ സുജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും പെട്ടെന്ന് ആ മകൻ ഭവനത്തിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവെ, അത്ഭുതകരമായി അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇളയ 2 ആൺമക്കൾ ശ്രീജിത്തിന് വേണ്ടി, രഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തെറ്റായ ദുശീലങ്ങളിൽ നിന്നും കർത്താവെ അവരെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭവനത്തിനകത്ത് കർത്താവെ സാമ്പത്തികമായ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പുതിയ ഭവനം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. തീർന്നില്ല. മുംബൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാലും. കർത്താവെ, അവരുടെ മകൻ നിക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സാമിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. മകൾ ഷെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജോലിയെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ജിതിൻ ജേക്കബിനും ജോലി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ മേലും ദൈവികമായ അനുഗ്രഹങ്ങളും ആശിഷുകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ വ്യക്തികളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച സൗദി അറേബ്യയിൽ നിന്നുള്ള തങ്കച്ചി സുനിലിനോടും അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിയോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട ജൂലൈ 21 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഇരിങ്ങാലക്കുട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഭരണിക്കാവ് ജൂലൈ 22 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. തറവാട് ഓഡിറ്റോറിയം, ചക്കുവള്ളി റോഡ്, ഭരണിക്കാവ്, ശാസ്താംകോട്ട. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് കോഴിക്കോട്. ജൂലൈ 25, 26 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ. SK പട്ടക്കാട് ഹാൾ, പുതിയറ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കോഴിക്കോട്. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കുക 8111996011. ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നും ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണമെന്നും ഈ ബ്ലെസ്സിംഗ് ടുഡേ കൊണ്ട് വളരെയേറെ അനുഭവമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും ബ്ലെസ്സിംഗ് ടുഡേ കാണുക. മിറക്കിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്നുള്ള ഈ സന്ദേശ പരമ്പരയുടെ 3-ാം ഭാഗത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ഞാൻ യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അതിനുള്ള ആമുഖമാണ് ആദ്യത്തെ ക്ലാസ് നൽകിയത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നൽകിയ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയത് കൊടുങ്കാറ്റിനെ
ശാന്തമാക്കുന്ന സ്റ്റില്ലിങ് ദ സ്റ്റോം, അതിനെക്കുറിച്ചാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വേദഭാഗങ്ങളൊക്കെ നൽകിയിരുന്നു. മത്തായിയുടെ സുവിശേഷം തന്നെ 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 23 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ആ വേദഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുക എന്നുള്ള അത്ഭുതത്തിൽ നിന്നുള്ള 4 പ്രധാന തത്വങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ തത്വം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. ആദ്യത്തെ തത്വം ഇതായിരുന്നു: ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാതെ യേശുവിനെ അനുഗമിക്കുന്നവനായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പഠിപ്പിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിനെ അനുഗമിക്കുമ്പോൾ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. യേശുവിനെ അനുഗമിച്ചില്ലെങ്കിലും ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ യേശുവിനെ അനുഗമിക്കുന്നവർക്കും അതുപോലുള്ള പ്രശ്നങ്ങൾ തന്നെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ വിശേഷത എന്നുള്ളത്, യേശു കർത്താവ് അവരെ വേണ്ടി ആ സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് ആ കൊടുങ്കാറ്റിനെ ശാസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് കൊടുങ്കാറ്റ് ഉണ്ടാവുകയില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. കൊടുങ്കാറ്റുകൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പരിഹാസങ്ങൾ ഉണ്ടായെന്നിരിക്കും, പീഡനങ്ങൾ ഉണ്ടായെന്നിരിക്കും. യേശുവിനെ അനുഗമിക്കുന്നതിൽ ചിലർ ഒരുപക്ഷെ നിങ്ങളെ കളിയാക്കിയെന്നിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിനെ ശാന്തമാക്കുവാൻ യേശു കർത്താവിന് സാധിക്കും. അതുകൊണ്ട് ധൈര്യപൂർവ്വം യേശുവിനോടൊപ്പം പടകിൽ സഞ്ചരിക്കുകയാണ് ഒരു വിശ്വാസി, ഒരു ശിഷ്യൻ ചെയ്യേണ്ട പ്രത്യേകമായ കാര്യം എന്നുള്ളത്. ഇന്ന് നമ്മളതിൻ്റെ 2-ാമത്തെ തത്വവും 3-ാമത്തേത് 4-ാമത്തേത് നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. രണ്ടാമതായിട്ട്, പരിശോധനകളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉയർന്നു വരും. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉയർന്നു വരും. ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ ട്രയൽസ് ആൻഡ് ട്രബിൾസ് വിൽ അറൈസ് ഇമ്മീഡിയറ്റ്ലി, അൺഎക്സ്പെക്റ്റഡ്ലി. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും എഴുന്നേറ്റ് വരുവാനായി സാധിക്കും. ഇവിടെ ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത്? നമുക്കതിൻ്റെ 24-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന, പിന്നെ കടലിൽ ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി, പടക് തിരമാലകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നോക്കുക, ഈ തിരമാലകൾ ഉയർന്നു വന്നിട്ടുള്ളത് അതിൻ്റെ ഉയർച്ചയെക്കുറിച്ച്, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുകയാണ്. അത് പടകിനെ കവർ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പടകെന്ന് പറയുമ്പോൾ എന്താണ്? പഴയ ഭാഷയിലാണ് പടക്, വഞ്ചി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വഞ്ചി കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തെയാണ്. നമ്മുടെ ജീവിതമാകുന്ന പടക്, അല്ലെങ്കിൽ ജീവിതമാകുന്ന തോണി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മുടെ ജീവിതമാകുന്ന പടകിനെ ആകമാനം മുക്കിക്കളയുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ പെട്ടെന്ന് നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നെന്നിരിക്കാം. ഒരുപക്ഷെ അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം, കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ഇത്തരം കൊടുങ്കാറ്റുകൾ ഒരിക്കലും മുന്നറിയിപ്പുകൾ തന്നിട്ടല്ല വരുന്നത്. പ്രശ്നങ്ങൾ ഒരിക്കലും അപായമണി മുഴക്കിക്കൊണ്ടല്ല പ്രശ്നങ്ങൾ നമ്മെ സമീപിക്കുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ യേശു കർത്താവ് ഉണ്ടോ ഇല്ലയോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നുള്ളത്. ഇത്തരത്തിലുള്ള സ്റ്റോം എന്ന് പറയുന്നത് ഇത് വളരെ ഉയർന്ന സ്റ്റോം എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ ഉയർന്ന തിരമാലകളും കൊടുങ്കാറ്റുമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഭീഷണിയാണ്, ലൈഫ് ത്രെറ്റനിങ് സ്റ്റോം എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിനാകമാനം ഭീഷണി ഉയർത്തിയിരിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ് അവിടെ വന്നാഞ്ഞടിച്ചിരിക്കുന്നത്. പക്ഷെ യേശുവിനോടൊപ്പമാണ് ഈ കൊടുങ്കാറ്റിനെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ, ഈ പ്രശ്നത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ഈ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഞാൻ പറയട്ടെ, ആ പ്രശ്നം, ആ തിരമാലകൾ നിങ്ങളെ ഒരിക്കലും മുക്കിക്കളയുകയില്ല, നിങ്ങളെ ഒടുക്കിക്കളയുകയില്ല. മറിച്ച് ആ തിരമാലകൾക്കകത്ത് നിന്ന്, ആ കൊടുങ്കാറ്റിൽ നിന്ന് യേശു കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഈ ഒരു വഞ്ചിക്കകത്ത് പത്രോസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാൻ സാധിക്കും. പത്രോസിൻ്റെ ലേഖനം, പത്രോസ് ഈ യേശു കർത്താവുമായിട്ടുള്ള ജീവിതത്തിന് ശേഷം, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായിട്ട് പത്രോസ് അപ്പസ്തോലന്മാരിൽ അഗ്രഗണ്യനായ ഒരു അപ്പസ്തോലനായിട്ട് താൻ മാറ്റപ്പെട്ടു. അതിനുശേഷം പത്രോസ് ചില ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 2 ലേഖനങ്ങൾ പത്രോസ് അപ്പസ്തോലൻ എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ലേഖനം അതിൻ്റെ
4 അധ്യായത്തിൻ്റെ 12 വചനം, 1 Peter chapter 4 verse 2. ഈ സമയത്ത് ദയവായി എന്നോട് ചേർന്ന് ബൈബിളുകൾ തുറന്ന് ഈ സമയത്ത് അതൊന്ന് വായിക്കാൻ ശ്രമിച്ചാലും. 1 പത്രോസിൻ്റെ ലേഖനം 4 അധ്യായത്തിൻ്റെ അതിൻ്റെ 12 വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ, ജീവിതത്തിൽ അഗ്നിശോധനകൾ വരാം, കൊടുങ്കാറ്റ് പോലുള്ള പരീക്ഷണങ്ങൾ വരാം. ഇത്തരത്തിലുള്ള അഗ്നിശോധനയിൽ ഒരു അസാധാരണ കാര്യം സംഭവിച്ചു എന്ന് കരുതി ആശ്ചര്യപ്പെട്ടു പോകരുത്. സാധാരണ സംഭവമല്ല, ഒരു അസാധാരണ കാര്യം വരാം. ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യന്, ഒരു വിശ്വാസിക്ക്, ഒരു പ്രിയ ശിഷ്യന് അസാധാരണമായ ചില സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കാം, ജീവിതത്തിൽ ആഞ്ഞടിച്ചെന്നിരിക്കാം. പത്രോസ് അപ്പസ്തോലൻ പറയുന്നു, എന്ന് വെച്ച് അത്ഭുതപ്പെട്ടു പോകരുത്, അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. 13 വചനത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുമ്പോൾ കഷ്ടതകൾ വന്നെന്നിരിക്കാം, പ്രശ്നങ്ങൾ വന്നെന്നിരിക്കാം, കൊടുങ്കാറ്റുകൾ വന്നെന്നിരിക്കാം, പ്രതിസന്ധികൾ വന്നെന്നിരിക്കാം. പക്ഷെ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ ഒരിക്കലും മുക്കിക്കളയുകയില്ല, തളർത്തിക്കളയുകയില്ല. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പത്രോസ് അപ്പസ്തോലൻ ഒത്തിരി സഭകൾക്ക് വേണ്ടി ലേഖനം എഴുതിയിട്ട് പറയുകയാണ്, അതിശയപ്പെട്ടു പോകരുത്, അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്ന് നാം പുറത്തു വരുമ്പോൾ വലിയ പാഠങ്ങൾ പഠിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ തഴക്കവും പഴക്കവും ഉള്ളവരായി, അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ ഉയർച്ചയുള്ളവരായിട്ട് അവർ മാറുകയാണ്. ശുശ്രൂഷകളിൽ ഉയർച്ച വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ അടുക്കൽ വരുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ തോതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ശുശ്രൂഷയുടെ വളർച്ചയും തളർച്ചയും എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത്. ഇനി അടുത്ത തത്വം, 3ാമത്തെ തത്വം എഴുതിയെടുക്കുക. ഒരു മനുഷ്യന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കാതെ വരുമ്പോൾ, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു മനുഷ്യന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ ആ സാഹചര്യത്തിൽ യേശു അവിടെ എഴുന്നേറ്റ് വരും. When the man is not able to handle this situation, the Lord will arise in that situation. മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത സമയം വരുമ്പോൾ, ഇവിടെ നോക്കുക, അതിൻ്റെ 25 വചനത്തിൽ, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. 26 വചനത്തിൻ്റെ അതിൻ്റെ ആദ്യ ഭാഗത്ത് യേശു അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി എന്ന് പറയുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ചില സമയത്ത് നമുക്ക് തനിയെ പരിഹരിക്കാൻ സാധ്യമല്ല. ചിലപ്പോൾ മനുഷ്യരുടെ സഹായം നമുക്ക് വേണ്ടി വന്നെന്നിരിക്കാം. ചില സമയത്ത് മനുഷ്യരുടെ സഹായം നമുക്ക് ലഭിക്കാതെ പോകും. മനുഷ്യരുടെ സഹായം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ വളരെ പുഷ്പം പോലെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ചില സമയത്ത് മനുഷ്യർ പോലും നമ്മളെ ഗൗനിക്കാതെ, സമൂഹങ്ങൾ ഗൗനിക്കാതെ വരുമ്പോൾ, മനുഷ്യ സഹായം പോലും ഇല്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ നാം ആയിപ്പോകാറുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകളിൽ ബൈബിൾ പറയുന്നു, യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് ആ സാഹചര്യത്തെ കർത്താവ് ശാന്തമാക്കി നൽകും. ഹല്ലേലൂയ. എനിക്കിത് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുവാനായിട്ട് പോവുകയാണ്. ഇവിടെ യേശുവിൻ്റെ ഉറക്കം അവിടെ ഒന്ന് മുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. യേശു കർത്താവ് അല്പം നീരസത്തോടെയാണ് പറയുന്നത്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? യേശുവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ല യേശു കർത്താവ് ഒരിക്കലും അല്പം നീരസത്തോടെ അല്പവിശ്വാസികളെ എന്ന് വിളിച്ചിരിക്കുന്നത്. മറിച്ച് അവരുടെ വിശ്വാസമില്ലായ്മയാണ് യേശുവിന് നീരസമുളവാക്കിയത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ മനസ്സിലാക്കുക, യേശു നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളാകരുത്. യേശുവിൽ പരിപൂർണമായും വിശ്വസിക്കുന്ന വ്യക്തികൾ ആയിത്തീരണം. അവിശ്വാസവും അതുപോലെ തന്നെ ഭയവുമാണ് യേശുവിനെ ഏറ്റവും കൂടുതൽ അനാദരിക്കുന്ന, അല്ലെങ്കിൽ യേശുവിന് ആദരവ് കൊടുക്കാത്ത കാര്യം എന്നുള്ളത്. ഫിയർ ആൻഡ് അൺബിലീഫ് ഡിസോണർ ഹിം. അവിശ്വാസവും അതുപോലെ ഭയവും യേശുവിനെ
ബഹുമാനിക്കാത്ത, മാനിക്കാത്ത വസ്തുതകളാണ്. ഉദാഹരണമായിട്ട് ഒരു ഭാര്യ ഭർത്താവിനോട് എപ്പോഴും പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങിത്തിരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ നിങ്ങളെന്നെ നോക്കുമെന്ന് കരുതുന്നില്ല, നിങ്ങൾ എനിക്ക് ആഹാരം തരുമെന്ന് കരുതുന്നില്ല, നിങ്ങൾ എൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് എന്നെ പരിപാലിക്കാൻ കരുതുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ജനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഞങ്ങളെ പോറ്റുവാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് നല്ല കോഴ്സുകൾ ഞങ്ങളെ അയക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് ആഹാരം നൽകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നിങ്ങനെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ ഒക്കെ നിങ്ങളോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരോടുള്ള നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? വളരെ മാനസികമായൊരു വിഷമം നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ സൂക്ഷിക്കും, അല്ലേ? എന്തുകൊണ്ടാണ് ഇവർ എന്നെ വിശ്വസിക്കാത്തത്? ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കുക, ഇതുപോലെ തന്നെയാണ് യേശു നമ്മോട് കൂടെയുള്ളപ്പോൾ നാം യേശുവിനെ അവിശ്വസിക്കുമ്പോൾ, യേശു കൂടെയുള്ളപ്പോഴും മറ്റ് സാഹചര്യങ്ങളെ നാം ഭയക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഭയങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇത്തരം ഭയങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടിയിട്ടല്ല നാം ഉപയോഗിക്കേണ്ടത്. ഇത്തരം ഭയങ്ങൾ വരുമ്പോൾ നാം യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചേരണം. ഇവിടെ ശിഷ്യന്മാർക്ക് ഭയമുണ്ടായപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഓർക്കുക, ജീവിതത്തിൽ ഭയങ്ങൾ അതുപോലെ അവിശ്വാസം ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഗുരുവിനെ ഉണർത്തുവാൻ, ഗുരുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ, യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കണം. ഇത്തരം ഭയങ്ങൾ നേരിടുമ്പോൾ ഒരിക്കലും ഒരു ചാൺ കയറിൽ ജീവിതം അവസാനിപ്പിക്കാം എന്നല്ല കരുതേണ്ടത്. ആത്മഹത്യയിലൂടെ ഈ ലോകത്തിനോട് വിട പറയാം എന്നല്ല കരുതേണ്ടത്. മറിച്ച് യേശുവിനെ ഉണർത്തി, യേശുവിൻ്റെ മുഖത്ത് നോക്കി, യേശുവിനോട് സഹായം അഭ്യർത്ഥിച്ച് അവൻ്റെ കൈക്കൽ കയറി പിടിച്ചിട്ട് ഈ പ്രശ്നങ്ങളെ ധൈര്യശാലിയെ പോലെ ഓവർകം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ലോകത്തെ നോക്കി വിളിച്ചു പറയണം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിവുണ്ട്, എനിക്ക് കെൽപ്പുണ്ട് എന്ന് പറയുവാനുള്ള തൻ്റെ ഇടമാണ് ഒരു വിശ്വാസിക്ക്, യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇനി ഏറ്റവും ഒടുവിലത്തെ തത്വം അഥവാ 4ാമത്തെ തത്വം എന്നുള്ളത്, ക്രിസ്തുവിന്, യേശുവിന് തന്നെ അനുഗമിക്കുന്നവൻ്റെ ജീവിതത്തിലെ ഏതൊരു കൊടുങ്കാറ്റിനെയും അമർച്ച ചെയ്യാൻ സാധിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, യേശു ക്രിസ്തുവിന് തന്നെ അനുഗമിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉളവാകുന്ന ഏതൊരു കൊടുങ്കാറ്റിനെയും അമർച്ച ചെയ്യാൻ സാധിക്കും, ശാസിക്കുവാൻ സാധിക്കും. ക്രൈസ്റ്റ് ക്യാൻ കാം എനി സ്റ്റോം ഓഫ് എ ഫോളോവേഴ്സ് ലൈഫ്. തന്നെ അനുഗമിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഏതൊരു കൊടുങ്കാറ്റിനെയും അവന് ശാസിക്കാൻ സാധിക്കും. ഇതിൻ്റെ 26ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായെന്നാണ് കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇത്തരത്തിൽ വലിയ കാറ്റും കോളും ഉയർന്നു നിൽക്കുന്ന തിരമാലയുടേതുമായ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ മനസ്സിലാക്കുക, യേശു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള കൊടുങ്കാറ്റിനെയും അവൻ ശാസിക്കും. മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നു, വലിയ ശാന്തതയുണ്ടായി. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ശാന്തതയെ കർത്താവ് നൽകുവാനായി പോവുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ വലിയ ഭാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നവരെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടരുത്. പ്രത്യാശയാണ് നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്ന ഘടകം എന്നുള്ളത്. ബൈബിൾ പറയുന്നത് അതൊരു നങ്കൂരമാണ്. ഒരു കപ്പലിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു നങ്കൂരം പോലെയാണ് പ്രത്യാശ. യേശുവാണ് പ്രത്യാശ എന്നുള്ളത്. അതുകൊണ്ട് യേശുവിലുള്ള വിശ്വാസം അത് നിങ്ങളിൽ ഒരു വലിയ പ്രത്യാശയെ ഉളവാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാകുകയില്ല. എന്നാൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്, നിങ്ങൾ വെള്ളത്തിൽ കൂടെ കടക്കും, പക്ഷേ ആ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യില്ല, മുക്കിക്കളയുകയില്ല. നിങ്ങൾ തീയിൽ കൂടെ കടക്കും, പക്ഷേ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ച് കളയുകയില്ല. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, കൊടുങ്കാറ്റിൻ്റെ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകും. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതൊന്നും നിങ്ങളെ തൊട്ടിട്ട് പോലുമില്ല, നിങ്ങളെ ഏശിയിട്ട് പോലുമില്ല എന്ന രീതിയിൽ നിങ്ങൾ പുറത്തു വരാൻ പോകുകയാണ്. എന്നാൽ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ, ഈ 4 പാഠങ്ങൾ മറക്കരുത്. ഒന്നാമതായിട്ട്, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായിരിക്കും. രണ്ടാമതായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രശ്നങ്ങൾ വന്നെന്നിരിക്കാം, പ്രതികൂലങ്ങൾ വന്നെന്നിരിക്കാം, പ്രതിസന്ധികൾ വന്നെന്നിരിക്കാം. പക്ഷേ ആ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളെ തളർത്തുകയില്ല, നിങ്ങളെ വളർത്തും.
പത്രോസ് പറയുന്ന പോലെ അത് നിങ്ങളിൽ ഒരു വലിയ ശുശ്രൂഷ ഉളവാക്കും. ഒരിക്കൽ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാകുന്നു. അങ്ങ് ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്നവരായി നിങ്ങൾ മാറ്റപ്പെടും. മൂന്നാമത്തെ തത്വം മറക്കരുത്. മനുഷ്യൻ അത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ആ സ്ഥാനത്ത് അവന് പകരമായി യേശു കർത്താവ് എഴുന്നേറ്റ് വരും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയത്ത് ഭയങ്ങൾ, ചിലപ്പോൾ അൺബിലീഫ്, അവിശ്വാസങ്ങൾ ഉരുവാകുന്ന സമയത്ത് മനസ്സിലാക്കുക, യേശുവിനോട് സഹായം അഭ്യർത്ഥിക്കുക, യേശു കർത്താവ് എഴുന്നേറ്റ് വരും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്ങളും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുടെ സമയത്തുണ്ടാകുന്ന കരച്ചിലുകളും ഒരു സാധാരണ കരച്ചിലാക്കി, ഒരു മനുഷ്യനോടുള്ള ഒരു കരച്ചിലാക്കി, അല്ലെങ്കിൽ മനുഷ്യനോടുള്ള ഒരു പരാതിയാക്കി മാറ്റിക്കളയാതെ നാം ചെയ്യേണ്ടത് അത് പ്രാർത്ഥനകളാക്കി നാം രൂപപ്പെടുത്തണം. അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുന്നതാക്കി നാം അതിനെ മാറ്റണം. അങ്ങനെ നാം കരയുമ്പോൾ, അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. ഒടുവിലായി നാം കണ്ടു, തന്നെ വിശ്വസിക്കുന്ന തൻ്റെ ശിഷ്യൻ്റെ ജീവിതത്തിലെ ഏതൊരു കൊടുങ്കാറ്റിനെയും ശാസിക്കുവാൻ യേശു കർത്താവ് സന്നദ്ധനാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് എന്നോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലോ? കർത്താവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ, കൊടുങ്കാറ്റിൻ്റെ അവസ്ഥകളിലൂടെ ജീവിതമാകമാനം വഞ്ചി മറിഞ്ഞു വീഴുമോ എന്ന് ചിന്തിക്കുന്ന പോലെ വലിയ തിരമാലകളാൽ ജീവിതമാകമാനം തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ കർത്താവെ ഭാരപ്പെട്ടുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്ന കാറ്റിനോടും കടലിനോടും കർത്താവ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ശാന്തമാകുവാനായി ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ അടങ്ങട്ടെ, അത് ശാന്തമാകട്ടെ. അതുമാത്രമല്ല, ഒരു വലിയ സമാധാനം കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക സമാധാനം കുടുംബ ജീവിതങ്ങളിൽ ഈ സമയത്ത് വന്നു ചേരട്ടെ. കലഹത്തിൻ്റെ കൊടുങ്കാറ്റുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നിർത്തലാക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവം ചില അത്ഭുതങ്ങൾ ചില കുടുംബങ്ങളിലേക്ക് ചെയ്യുകയാണ്. ചിലരുടെ കുടുംബ ജീവിതത്തിലേക്ക് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുകയാണ്. കർത്താവ്, ഇന്നത്തെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഓരോ പ്രേക്ഷകനെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിവാഹം എന്നത് ഒരു ദിവസത്തെ സന്തോഷമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട സന്തോഷമാണ്. വിവാഹിതരായ എല്ലാവരുടെയും കുടുംബ ബന്ധത്തിന്റെ കെട്ടുറപ്പിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് 2017. ജൂലൈ 19 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ക്ലാസുകൾ നയിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484-422-101 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട ജൂലൈ 21 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഇരിങ്ങാലക്കുട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഭരണിക്കാവ് ജൂലൈ 22 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. തറവാട് ഓഡിറ്റോറിയം, ചക്കുവള്ളി റോഡ്, ഭരണിക്കാവ്, ശാസ്താംകോട്ട. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവിക അനുഗ്രഹങ്ങൾ, നന്മകൾ, ആശിഷുകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, വിവിധ രോഗത്തോടെ ഭാരപ്പെടുന്നവരുണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓസ്റ്റിയോപൊറോസിസ് പോലെ എല്ല് പൊടിയുന്ന അസുഖം ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ കർത്താവെ. എല്ലിൻ്റെ തേയ്മാനങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ശക്തി ഇപ്പോൾ ഇവരുടെ അസ്ഥികളുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുവിന് ഉള്ള തകരാറുകൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്, കർത്താവെ, നിൻ്റെ കരങ്ങൾ നീട്ടി ആ പ്രശ്നത്തെ അങ്ങ് പരിപൂർണമായും
പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യൂട്രസിനകത്ത് ഫൈബ്രോയിഡുള്ള ചില വ്യക്തികൾ, അത് നിമിത്തമായിട്ട് ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ, കർത്താവെ ഇപ്പോൾ അത്ഭുതകരമായ സൗഖ്യം ഈ സമയത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കൈകാലുകളിൽ, മറ്റു ഭാഗങ്ങളിൽ, മുഖത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വെളുത്ത പാടുകൾ വരുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിശക്തമായ വിധത്തിലുള്ള സൗഖ്യം ആ ശരീരങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടാമോ? യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ ഇപ്പോൾ പരിപൂർണമായിട്ടും അവരെ വിട്ടു മാറട്ടെ. പരിപൂർണ സൗഖ്യം ഈ സമയത്ത് അവരുടെ മേൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി നന്ദി, അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി, അങ്ങയുടെ കരം നീട്ടി വിടുവിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലൊന്നും മറക്കരുത്. ഈ വെള്ളിയാഴ്ച ഇരിങ്ങാലക്കുടയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ശനിയാഴ്ച കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. രണ്ടും രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്താണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലും അനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചില സെൻറ്ററുകളിലും ഇന്ന് ഹാപ്പി ഹോംസ് 2017 രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയത്ത് നടക്കുകയാണ്. ഇതിനോടകം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സ്പോട്ട് രജിസ്ട്രേഷനുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് അതത് വെന്യൂവിൽ, സ്ക്രീനിൽ കാണുന്ന വെന്യൂവിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.